എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 23-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. അത്യന്തസംഗവിലയായ ഭവൽ പ്രണുന്നോ നൂനം സരൂപ്യ ഗിരിമാപ്യമഹൽ സമാജേ നിശങ്കമംഗകൃത വല്ലഭമംഗജാരിം തം ശങ്കരം പരിഹസം നുമയാഭിഷേപേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. അത്യന്ത സംഘവിലയായ, സംഘങ്ങളെല്ലാം, അതായത് വിഷയാസക്തിയെല്ലാം തീരെ നശിക്കുവാൻ വേണ്ടി, ഭവൽ പ്രണുന്നോ നൂനം, അങ്ങയുടെ പ്രേരണ മൂലമാവണം. ആര്? സ, ആ ചിത്രകേതു. രൂപ്യഗിരിമാപ്യ, രൂപ്യഗിരിം ആപ്യ, കൈലാസത്തിൽ ചെന്നു. മഹൽ സമാജേ, മഹർഷിമാരുടെ മധ്യത്തിൽ. നിശങ്കം, ശങ്ക കൂടാതെ. അംഗകൃതവല്ലഭം, ഭാര്യയെ മടിയിൽ വെച്ചിരിക്കുന്ന. അംഗജാരിം തം ശങ്കരം, കാമാന്തകനായ ആ പരമശിവനെ. പരിഹസം നുമയാഭിഷേപേ, പരിഹസൻ, പരിഹസിച്ച്. ഉമയാ അഭിഷേപേ, ഉമയാൽ, അതായത് പാർവതിയുടെ ശാപത്തിന് പാത്രമായി തീർന്നു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? തൻ്റെ കഴിഞ്ഞുപോയ ഭൗതിക ജീവിതത്തിലെ ദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അങ്ങയാൽ പ്രേരിതനായ ചിത്രകേതു കൈലാസത്തിലെത്തുകയും മഹത്തുക്കൾ നിറഞ്ഞ സഭയിൽ സംശയലേശമെന്നീ പത്നിയായ പാർവതിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാമാരിയായ ശ്രീ പരമേശ്വരനെ പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ പാർവതി ചിത്രകേതുവിനെ ശപിച്ചു. അതായത് ഒരു ദിവസം ചിത്രകേതു വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഈ കൈലാസത്തിലെത്തിയപ്പോൾ താഴേക്ക് നോക്കി. മഹർഷിമാരുടെ സഭയിൽ അധ്യക്ഷ സ്ഥാനത്ത് പാർവതിയെ മടിയിലിരുത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു ശ്രീ പരമേശ്വരൻ. മടിയിലിരുത്തി എന്ന് മാത്രമല്ല, ദേവിയെ ആലിംഗനം ചെയ്യുന്നതും ചിത്രകേതു കണ്ടു. അങ്ങനെ ഇരിക്കുന്ന പരമശിവനെ കണ്ടപ്പോൾ അദ്ദേഹം പരിഹസിച്ചു. അതും പാർവതി കേൾക്കെ ശ്രീ പരമേശ്വരനെ ചിത്രകേതു പരിഹസിച്ചു. എങ്ങനെയാ പരിഹസിച്ച്? ഈ ലോകഗുരു നാണം കൂടാതെ പരസ്യമായി ഭാര്യയെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, പ്രാകൃതന്മാർ പോലും ഇങ്ങനെ ചെയ്യില്ല എന്ന്. ഇത് കേട്ടപ്പോൾ ലോകഗുരുവായ ആദിദേവനായ മഹാദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ശ്രീ പാർവതീദേവിക്ക് അത് തീരെ സഹിച്ചില്ല. പാർവതീദേവി അദ്ദേഹത്തെ കോപത്തോടെ ശപിച്ചു. എന്താ ശപിച്ചേ? ഇവൻ ഒരു അസുരനായി പോകട്ടെ എന്ന്. പാർവതിയുടെ ആ ശാപം കാരണം ചിത്രകേതു പിന്നീട് വൃത്രാസുരനായി ജന്മമെടുത്തു. ഹരേ കൃഷ്ണ.